നമസ്കാരം. അമ്മ ജനറൽ ബോഡിയിൽ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും രാജി പ്രഖ്യാപിച്ച ശ്വേതാ മോഹനന്റെ പുതിയ നിലപാട് താരസംഘടന അമ്മയെ വെട്ടിലാക്കുന്നു. കണക്കും റിപ്പോർട്ടും അവതരിപ്പിക്കുന്നതിൽ പാളിപ്പോയ ശ്വേത ജനറൽ ബോഡിയിൽ താനും തന്റെ ടീമും രാജിവെക്കുന്നു എന്നാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇപ്പോൾ ശ്വേത നിലപാട് മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലാണ് അമ്മ പ്രസിഡന്റ് സ്ഥാനം ഒഴിയില്ലെന്ന സൂചന ശ്വേത നൽകിയത്. ഇതോടെയാണ് നടി ഉഷ രംഗത്ത് വന്നത്. സ്ഥാനമൊഴിയാതെ കടിച്ചു തൂങ്ങാനാണ് ശ്വേതയുടെ ഉദ്ദേശമെങ്കിൽ സംഘടനയിലെ സ്ത്രീകൾ സംഘടിച്ച് അമ്മയുടെ ഓഫീസിൽ സത്യഗ്രഹ സമരം നടത്തുമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉഷ മുന്നറിയിപ്പ് നൽകിയത്. സംഘടനയുടെ നിലനിൽപ്പാണ് ആവശ്യം, അത് തറക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ഉഷ വ്യക്തമാക്കുന്നു. ഇതോടെ വെട്ടിലായത് അമ്മയാണ്. ശ്വേത രാജിവെച്ചു എന്ന് പറഞ്ഞതോടെ രമേശ് പിഷാരടി MLA നേതൃത്വത്തിൽ ഒരു അഡ്ഹോക് കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട്. 9 അംഗ അഡ്ഹോക് കമ്മിറ്റിയാണ് നിലവിലുള്ളത്. KB ഗണേഷ് കുമാർ, സുരേഷ് കൃഷ്ണ, സാദിഖ്, ഡോക്ടർ റോണി കൃഷ്ണ പ്രഭ, ആശ അരവിന്ദ്, ഷാ ജോൺ, ദേവി ചന്ദ്ര എന്നിവരാണ് അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങൾ. എന്നാൽ പ്രസിഡന്റായ ശ്വേത രാജി നൽകിയിട്ടില്ല. വെറും വാക്കാൽ പറയുക മാത്രമാണ് ചെയ്തത്. രാജി നൽകാതെ എങ്ങനെ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കും എന്നാണ് ഇപ്പോൾ അമ്മയിൽ ഉയരുന്ന ചോദ്യം. തന്റെ നിരപരാധിത്വം തെളിയിക്കാതെ ഇനി പിന്മാറില്ല എന്നും ശ്വേത പറയുന്നു. താൻ അമ്മയെ അനാഥമാക്കിയിട്ടില്ല. അമ്മയെ ഹൈജാക്ക് ചെയ്യാൻ ആരെയും അനുവദിക്കുകയുമില്ല. അമ്മയുടെ ബൈലോയിൽ അഡ്ഹോക് കമ്മിറ്റി എന്നൊരു സംവിധാനമില്ല. ഒരു കമ്മിറ്റി രാജിവെച്ചാൽ തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ കമ്മിറ്റി ചുമതല ഏൽക്കുന്നതുവരെ പഴയ കമ്മിറ്റിക്കാണ് ചുമതല. മോഹൻലാൽ നേതൃത്വം നൽകിയ കമ്മിറ്റി രാജിവെച്ചപ്പോഴും ഇതേ വ്യവസ്ഥ തന്നെയായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് തങ്ങളുടെ കമ്മിറ്റിക്ക് മാത്രം മറ്റൊരു നിയമം എന്നും ശ്വേത ചോദിച്ചു. അഡ്ഹോക് കമ്മിറ്റിക്ക് നിയമസാധുതയില്ല. അവർ അമ്മ അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ കമ്മിറ്റി ചുമതല ഏൽക്കുന്നതുവരെ നിയമപരമായി തുടരേണ്ടത് തങ്ങളുടെ കമ്മിറ്റിയാണെന്നാണ് ഇപ്പോൾ ശ്വേതയുടെ ഭാഷ്യം. എന്തായാലും അമ്മയിൽ പ്രശ്നങ്ങൾ ഉഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ്. അൻസിബയെ ജിഹാദി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചതിന് നടൻ ടിനി ടോമിനെതിരെ കേസെടുക്കാനാണ് കോടതി തന്നെ ഉത്തരവിട്ടിരിക്കുന്നത്. നടൻ ഇന്നസെന്റിന്റെ കാലശേഷം ഒരു ലക്കും ലഗാനുമില്ലാതെയാണ് അമ്മയുടെ പോക്ക്. അമ്മയിലെ പ്രശ്നങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കും എന്നാണ് ഇപ്പോൾ ഉറ്റുനോക്കപ്പെടുന്നത്.